സുഗമോദേവി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളുടെ സിദ്ധാർത്ഥനാണെങ്കിൽ ഈ ദേവികയുടെ കയ്യിലുണ്ടായിരുന്ന ഫയൽ നഷ്ടപ്പെട്ടു പോയത് നന്ദനോ പ്രഭാവതിയോ മനഃപൂർവ്വം ചെയ്തതാണെന്നുള്ളത് മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ നന്ദനെയും പ്രഭാവതിയെയും ചോദ്യം ചെയ്യുന്ന ഒരു എപ്പിസോഡാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. എന്തായാലും നമ്മളുടെ ശാരികയാണെങ്കിൽ രാവിലെ സാരിയെ കൊടുത്ത് പോയി കഴിഞ്ഞതും രാധികയ്ക്കും ദേവികയ്ക്കും അതൊന്നും ഒട്ടും ഇഷ്ടമാവണില്ല. അങ്ങനെ രാധിക ദേവികയോട് പറയുന്നുണ്ട്, കണ്ടില്ലേ അവളുടെ അഹങ്കാരം, അവളിന്ന് സാരി ഉടുക്കണ കാര്യം ഞങ്ങളോടൊന്ന് പറഞ്ഞു പോലുമില്ല, ഈ പെണ്ണിൻ്റെ പോക്ക് എങ്ങോട്ടാ, എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കണോട്ടോ മോളെ എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഞാൻ എന്ത് ചെയ്യാനാ അമ്മേ, അവൾ കൊച്ചു കുട്ടിയൊന്നും അല്ലല്ലോ, മുതിർന്ന പെൺകുട്ടിയല്ലേ, അവളുടെ കാര്യം തീരുമാനിക്കണത് അവളാന്ന് പറയുമ്പം എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമെന്ന് ചോദിക്കണം. അന്നേരം ഈ രാധിക പറയുന്നുണ്ട്, കൊച്ചു കുട്ടിയൊന്നും അല്ല, പക്ഷെ അവൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിച്ചാൽ ഏതെങ്കിലും ചതിക്കുഴി ചെന്ന് ചാടും. അതുകൊണ്ട് മോൾ അവളുടെ കാര്യത്തിലൊരു പ്രത്യേക ശ്രദ്ധ വയ്ക്കണം. പിന്നെ നന്ദൻ്റെ കാര്യത്തിലും മോള് കുറച്ച് ശ്രദ്ധിക്കണം. ഇപ്പം തന്നെ കണ്ടില്ലേ ആ ഫയൽ കാണാതായത് മിക്കവാറും നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെയായിരിക്കും. അത് നന്ദനോ പ്രഭാവതി അറിയാതെ അവിടെ നിന്ന് പോവില്ല എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, എനിക്കും സംശയമുണ്ട് അമ്മേ, പക്ഷേ എനിക്ക് നന്ദുവിനോടൊന്നും പറയാനും പറ്റില്ല. നന്ദുവിനെ സംശയിച്ചു എന്ന് ഞാൻ അറിഞ്ഞ നന്ദുവിൻ്റെ സ്വഭാവമൊക്കെ ആകെ മാറും. അല്ലെങ്കിൽ തന്നെ പഴയ നന്ദു ഒന്നുമല്ല, കെവിനൊക്കെ ആയിട്ട് കൂട്ട് തുടങ്ങിയ പിന്നെ നന്ദുവിൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റമുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ ശാരികേനെയാണെങ്കിൽ ഈ ഗിരി കണ്ടതിന് ശേഷം ശാരികയാണെങ്കിൽ ആകെ നിന്ന് പരുങ്ങുന്നുണ്ട്. അപ്പോൾ തന്നെ ഗിരീഷിന് ചെറിയ സംശയം തോന്നുന്നുണ്ട്. ഗിരീഷിന് എന്നിട്ട് ശാരികയോട് ചോദിക്കുന്നുണ്ട്, എന്താ ശാരിക സാരി കൊടുത്ത് എവിടെ പോകാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോകാമെന്ന് പറയണു. എന്നിട്ട് ഫ്രണ്ട് എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഫ്രണ്ട് ഇപ്പോൾ വരും, ഞാൻ ഫ്രണ്ടിന് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക ഗിരീഷേട്ടൻ പോയിക്കുമെന്ന് പറയണു. പക്ഷേ നമ്മളുടെ ഗിരീഷിനാണെങ്കിൽ ഈ ശാരികയുടെ പരുങ്ങലൊക്കെ കാണുമ്പോൾ ഒരു സംശയമുണ്ട്. എന്തായാലും വരുന്ന ഫ്രണ്ട് ഒരു പെൺകുട്ടിയൊന്നുമല്ല, ഒരാണായിരിക്കും. അതാണ് ശാരിക ഇങ്ങനെ നിന്ന് പരങ്ങണം. എന്തായാലും അയാളെ കണ്ടിട്ടേ ഞാൻ പോകണുള്ളൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെ ഗിരീഷൻ കുറച്ച് അപ്പുറത്തേക്ക് ഇങ്ങനെ മാറി നിന്ന് ആരാ വരുന്നതെന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ ഒരു കാർ അങ്ങോട്ട് വരുന്നത് ഗിരീഷൻ കാണുന്നുണ്ട്. കാർ വന്ന് നിന്നതും ശാരികയാണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടുകൂടി കാറിൻ്റെ ഫ്രണ്ടിലെ സീറ്റിലോട്ട് തന്നെ കയറിയിരുന്ന് പോണ കാണുമ്പം ഗിരീഷിന് ആ പോക്കിലൊക്കെ ഒരുപാട് അപാകതകൾ തോന്നുന്നുണ്ട്. എന്തായാലും ഇതത്ര ശരിയായ കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. എന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്. എത്രയും പെട്ടെന്ന് ഈ വിവരം ദേവികേനെ അറിയിക്കണം. ശാരിക ആരുടെ കൂടെ കാറിൽ കയറി പോയതെന്നും കണ്ടുപിടിക്കണമെന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ശാരികയാണെങ്കിൽ കാറിൽ കയറിയതും ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് കാറിൽ കൂടെയുള്ള ആൾ ആരാന്നൊന്നും കാണിക്കണില്ല കേട്ടോ. അത് അയാളുടെ സംസാരമൊക്കെ കേട്ടിട്ട് കെവിനാണോ എന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷെ അതൊക്കെ ഹൈഡ് ചെയ്ത് തന്നെ വച്ചേക്കാണ്. ആൾ ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ സാരി കൊടുത്തിട്ട് വന്നേന്ന് ചോദിക്കുമ്പം, ഒരു ദിവസം ഞാൻ സാരി എടുത്തപ്പോൾ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടാണ് ഞാനിന്ന് സാരി എടുത്തുകൊണ്ട് വന്നേ, ഞാൻ പറഞ്ഞാൽ അതുപോലെയൊക്കെ സാരി ചെയ്യുമെന്ന് ചോദിക്കുമ്പം, പിന്നില്ലാതെ ഏട്ടൻ എന്ത് പറഞ്ഞാലും ഞാൻ അതെല്ലാം അനുസരിക്കും, ഏട്ടൻ്റെ ഇഷ്ടത്തിനെ ഞാനിനി ജീവിക്കാൻ പോണേന്ന്. അന്നേരം അയാൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ശാരിയുടെ അച്ഛനും അമ്മയും ചേച്ചിയും ഈ വിവാഹത്തെ എതിർത്താൽ ശാരി എന്ത് ചെയ്യുന്നു? അതെന്താ ഏട്ടനെ അങ്ങനെ ചോദിക്കണത്? എൻ്റെ വിവാഹകാര്യം തീരുമാനിക്കുന്നത് ഞാൻ മാത്രമാണ്, അല്ലാതെ അച്ഛനും അമ്മയും ചേച്ചിയല്ല എൻ്റെ വിവാഹകാര്യം തീരുമാനിക്കുന്നത്. അങ്ങനെ ഒരു തീരുമാനം ഞാൻ എടുത്തു കഴിഞ്ഞാൽ അവർക്കതിനെ എതിർക്കാനും പറ്റില്ല എന്ന്. അങ്ങനെ അവർ സന്തോഷത്തോടുകൂടി കളിച്ച് ചിരിച്ച് പോകുന്നുണ്ട്. ഇതേസമയം നമ്മളുടെ സിദ്ധാർത്ഥനോടാണെങ്കിൽ മന്ത്രി രാധാകൃഷ്ണൻ ചോദിക്കുന്നുണ്ട്, ആ ഫയൽ എവിടെ പോയി സിദ്ധാർത്ഥൻ്റെ ഭാര്യയോ മകനോ സിദ്ധാർത്ഥനോ അറിയാതെ ആ ഫയൽ ഒരിടത്തും പോകില്ല. ആ ഫയൽ കിട്ടിയില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും കേട്ടോ. മന്ത്രിസഭയെ തന്നെ താഴെ വീഴ്ത്താൻ പറ്റിയ ഫയലാണ് അത് മാത്രമല്ല, CM ഈ ദേവികയെ വിശ്വസിച്ച് ദേവികയുടെ ഈ കൊടുത്തുവിട്ട ഫയൽ എങ്ങനെ മിസ്സായി? നിങ്ങളുടെ വീട്ടിൽ നിന്നും അത് പോകണമെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ളവർ തന്നെ എടുത്താലല്ലേ പോവുള്ളൂ എന്നൊക്കെ ചോദിക്കുമ്പം ഈ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എനിക്കതൊന്നും അറിയില്ല, ഈ ഫയൽ കാണാനില്ല എന്ന് തന്നെ ഞാൻ അറിഞ്ഞത് ഈ അടുത്ത ദിവസം. എന്തായാലും എന്തൊക്കെയോ അഴിമതികൾ നടക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. കോടികളുടെ അഴിമതിയാണ് നടന്നേക്കണേ. ആ സമയത്ത് സിദ്ധാർത്ഥൻ ചോദിക്കുന്നുണ്ട്, താൻ എന്താ പറയണേ, ദേവിക കോടികൾ വാങ്ങി ഫയൽ ആർക്കെങ്കിലും കൊടുത്തെന്നാണോന്ന് ചോദിക്കുമ്പം, ദേവിക കൊടുത്തെന്നൊന്നും ഞാൻ പറയുന്നില്ല. സത്യത്തിൽ ഇപ്പോൾ ദേവിക MLA അല്ല, വെറും ഡെമ്മി മാത്രമാണ്. ഇപ്പോൾ MLA ആയിട്ട് കാര്യങ്ങളൊക്കെ നടത്തുന്നത് പ്രഭാവതിയും നന്ദനും അല്ലേന്ന്. അത് കേട്ടതും സിദ്ധാർത്ഥനക്കാണെങ്കിൽ ഇങ്ങനെ ആകെ ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, സൂക്ഷിച്ച് സംസാരിക്കണം, പറയണത് എന്താണെന്നുള്ളതിനെ കുറിച്ചൊരു ബോധമെങ്കിലും വേണ്ടേന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നല്ല ബോധത്തോടുകൂടി തന്നെ സംസാരിക്കണം, ഇതിനു മുമ്പ് ഒരിക്കലും ഇങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല. അന്ന് സിദ്ധാർത്ഥൻ MLA ആയിരുന്ന സമയത്താണ് KK നായരുടെ പ്ലാന്റിന് അനുമതി ചോദിച്ച് ആദ്യമായിട്ട് KK നായർ വന്നത്. അന്ന് സിദ്ധാർത്ഥൻ അതിന് അനുമതി കൊടുത്തില്ല. എന്നിട്ടിപ്പോൾ ദേവികേനോട് ഞാൻ പറഞ്ഞപ്പോഴും ദേവിക എന്നെ പരിഹസിക്കുമായിരുന്നു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ
ദേവിക അതിന് അനുമതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം കോടികൾ കൈപ്പറ്റിയിട്ട് അതിന് അനുമതി കൊടുത്തേക്കണേ. ഇത് സിദ്ധാർത്ഥന് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും സിദ്ധാർത്ഥനാണെങ്കിൽ ഇവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്നും പറഞ്ഞ് വീട്ടിലോട്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ദേവികേനെയും മുരളീനെയാണ്. മുരളിയാണെങ്കിൽ ദേവികയോട് പറയുന്നുണ്ട്, ദേവിക നീ എപ്പോഴും ശാരികയുടെ കാര്യത്തിൽ ഒരു ശ്രദ്ധ വയ്ക്കണം. നീ ഒരു MLA അല്ലേ, എന്തായാലും നിന്നെ കൊണ്ട് സാധിക്കും. ശാരികയുടെ പോക്കൊക്കെ ശ്രദ്ധിച്ചോളണം. ഇപ്പോൾ ഒരുപാട് ആളുകൾ ചതിക്കുഴിയിൽ വീഴുന്നുണ്ട്. ഇപ്പോൾ ശാരിക പ്രണയിക്കുന്ന ആൾ ശാരികയെ ശരിക്കും പ്രണയിക്കുന്നതാണോ അതോ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും മനസ്സിൽ വെച്ച് അഭിനയിക്കണതാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അതുമാത്രമല്ല ദേവിക MLA ആയതുകൊണ്ട് തന്നെ ശാരികയെ വെച്ച് ദേവികയെ ബ്ലാക്ക്മെയിൽ ചെയ്യാനും സാധ്യതയുണ്ട്. ഇപ്പം തന്നെ പ്രഭയാൻ്റെയും നന്ദനും കൂടി ദേവികേനെ കൊണ്ട് ആ പ്ലാന്റിന് അനുമതി കൊടുപ്പിച്ചില്ലേ, അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ടാണോ ഈ ആൾ പ്രണയത്തിന് വന്നേക്കണേന്ന് അറിയില്ല. അതുകൊണ്ട് ദേവിക കൂടുതൽ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറയുമ്പം ദേവിക പറയുന്നുണ്ട്, മുരളിയേട്ടൻ ഞാനിപ്പോൾ എന്ത് ചെയ്യാനാ, അവളോട് ആര് പറഞ്ഞാലും അവൾക്കത് മനസ്സിലാവുകയില്ല, അവൾ അനുസരിക്കുകയില്ല. ഞങ്ങളെല്ലാവരെയും ധിക്കരിച്ചുള്ള സംസാരം. ഇന്ന് മുരളിയേട്ടന് എന്നെ മനസ്സിലായില്ലേ, അവൾ മുരളിയേട്ടനോട് സംസാരിച്ചത് എങ്ങനെയാണ്, സ്വന്തം ഏട്ടനോട് സംസാരിക്കും പോലെയാണോ അന്യ ആളുകളോട് ദേഷ്യത്തിൽ പറയും പോലെ അല്ലേ സംസാരിച്ചതെന്ന് പറയുമ്പോൾ മുരളി പറയുന്നുണ്ട്, അത് ദേവിക പറഞ്ഞത് നേരെ, ഒരിക്കലും അവളിങ്ങനെ എന്നോട് സംസാരിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും ഈ പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്നൊന്ന് കെട്ടടങ്ങട്ടെ എന്ന് എൻ്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ദേവിക പറയുന്നുണ്ട്, ഒരു പ്രശ്നം തീരാൻ പോകുന്നില്ല മുരളിയേട്ടാ, ഓരോ ദിവസം ചെല്ലുന്തോറും പുതിയ പുതിയ പ്രശ്നങ്ങൾ ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചിരുന്ന ഫയൽ കണ്ണില്ല, അത് കിട്ടിയില്ലെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്ന സമയത്ത് മുരളി പറയുന്നുണ്ട്, അത് നന്ദനോ പ്രഭയാൻ്റെയോ അറിയാതെ എങ്ങും പോവില്ല ദേവിക എന്ന് പറയുമ്പം ദേവികയും അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നന്ദു ആയിരിക്കും ചിലപ്പോൾ അത് എടുത്തിരിക്കണം, കാരണം ഞങ്ങളുടെ റൂമിൽ കയറി ആ ഫയൽ എടുക്കാൻ ഒരിക്കലും അമ്മ തയ്യാറാവില്ല. എന്തായാലും സിദ്ധാർത്ഥൻ സാറ് കാര്യങ്ങളൊക്കെ അറിഞ്ഞില്ലേ, അപ്പോൾ പിന്നെ കാര്യങ്ങൾ സിദ്ധാർത്ഥൻ സാർ എന്നെ നോക്കിക്കോളും എന്ന് പറയുമ്പം എനിക്കിപ്പോഴും ഒരു സമാധാനം കിട്ടിയ. ഇത്രയും നാളും അച്ഛൻ്റെ മുമ്പിൽ പോയി നിൽക്കാൻ പോലും എനിക്ക് വിഷമവും പേടിയായിരുന്നു. ഇപ്പം അച്ഛനോട് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് ഒരു പ്രത്യേക ധൈര്യം കിട്ടിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇനി ഏത് ആപത്തിലും അച്ഛൻ കൂടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പും ഉണ്ടെന്ന്. പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ നന്ദനും പ്രഭാവതി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് സിദ്ധാർത്ഥന അങ്ങോട്ട് വരുന്നുണ്ട്. സിദ്ധാർത്ഥനെ കണ്ടതും നന്ദൻ പറയുന്നുണ്ട്, അമ്മ അതെ അച്ഛൻ വന്നു എന്ന്. അങ്ങനെ പ്രഭാവതി ആണെങ്കിൽ ഇനി സിദ്ധാർത്ഥനെ എന്ത് പറയുമെന്ന് അറിയാതെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് സിദ്ധാർത്ഥൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ ദേവിക കൊണ്ടുവന്ന് വെച്ച ഫയല് എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന്. അന്നേരം നന്ദൻ പറയുന്നുണ്ട്, അച്ഛനത് എന്നോട് ചോദിച്ചാൽ ഞാൻ എങ്ങനെ അറിയാനാ, ചിലപ്പോൾ ദേവി ആ ഫയൽ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടില്ലായിരിക്കും എന്ന് പറയുമ്പം നീയാണോ അത് തീരുമാനിക്കണേ, മിനിസ്റ്റർ നേരിട്ട് കൊടുത്ത ഫയലാണ്, അതെന്തായാലും ദേവിക ഇവിടെ തന്നെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത്രയും രഹസ്യ സ്വഭാവമുള്ള ഫയലായതുകൊണ്ട് ആ CM അത് ദേവികയുടെ കൊടുത്തിരുന്നത്. എന്നിട്ട് ആ ഫയൽ ദേവികയുടെ റൂമിൽ നിന്ന് നഷ്ടപ്പെടണമെങ്കിൽ അത് നീയോ പ്രഭയോ അറിയാതെ പോവില്ല എന്ന്. ആ സമയത്ത് നന്ദനും പ്രഭാവതി എന്ത് പറയണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, സത്യം പറഞ്ഞോ ആ ഫയൽ നിങ്ങൾ ആർക്കാ കൊടുത്തത്, ആ ഫയൽ ഇവിടുന്ന് നഷ്ടപ്പെട്ടതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിക്കണം. അന്നേരം ഈ നന്ദനാണെങ്കിൽ അത് അച്ഛന്നൊക്കെ പറഞ്ഞ് ഉരുണ്ട് കളിക്കുന്ന സമയത്ത് സിദ്ധാർത്ഥന് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്, ഈ ഫയൽ നന്ദൻ തന്നെ എടുത്ത് മാറ്റിയതാണ്. അങ്ങനെ സിദ്ധാർത്ഥൻ നന്ദന് വാണിംഗ് കൊടുക്കുന്നുണ്ട്, ഈ ഫയൽ നാളെ നേരം വെളുക്കണതിന് മുമ്പ് എനിക്ക് എൻ്റെ കയ്യിൽ കിട്ടണം, ഇല്ലെങ്കിൽ എന്താ സംഭവിക്കണമെന്ന് നിങ്ങൾ നോക്കിയിരുന്നോ, ചിലപ്പോൾ ദേവികയുടെ MLA സ്ഥാനം വരെ പോകാൻ പറ്റും ആ ഫയൽ നഷ്ടപ്പെട്ട, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എനിക്ക് ആ ഫയൽ കയ്യിൽ കിട്ടിയേ പറ്റുമെന്ന്. അത് കേട്ടതും പ്രഭാവതി ആണെങ്കിൽ ഈ നന്ദൻ്റെ നേരെ നോക്കി ഇങ്ങനെ സഹതാപത്തോടു കൂടി നിൽക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ നന്ദനാണെങ്കിൽ കെവിനെ വിളിക്കുന്നുണ്ട്. കെവിൻ ഫോൺ എടുത്തതും എന്താണോ നന്ദാന്ന് ചോദിക്കുമ്പോൾ അതേ കെവിനെ ഒരു പ്രശ്നമുണ്ട്, എന്ത് പ്രശ്നമാണോ, എന്തുണ്ടെങ്കിലും നമുക്ക് പരിഹരിക്കാൻ നീ ധൈര്യമായിട്ട് പറയാമെന്ന് പറയുമ്പോൾ അത് വേറൊന്നുമല്ല, ഞാൻ ഇസബലിക്ക് കൊണ്ടുവന്ന് തന്ന ആ ഫയലില്ലേ, ആ ഫയൽ അച്ഛന് വേണമെന്നാണ് പറയുന്നത്, അത് കിട്ടിയില്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും, എൻ്റെ ദേവി പാവാടാ, അവൾ MLA സ്ഥാനം രാജിവെക്കേണ്ട വരുമെന്ന് അച്ഛൻ പറയുന്നത്. അന്നേരം കെവിൻ പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ലടാ, MLA സ്ഥാനം രാജിവെച്ചാലും എന്നാ നമുക്ക് ജീവിക്കാനുള്ള വഴിയുണ്ടല്ലോ, അതൊന്നും ഓർത്ത് നീ ടെൻഷൻ ആവണ്ടെന്ന് പറയുമ്പോൾ ഈ നന്ദൻ പറയുന്നുണ്ട്, എന്നാലും ഞാൻ ദേവിയെ ചതിക്കുമല്ലേടാ, ജീവിതത്തിൽ ഇന്ന് വരെയും ഞാൻ ദേവികയിൽ നിന്ന് ഒരു കാര്യവും മറച്ചു വെച്ചിട്ടില്ല, ഇപ്പം നീയും ഇസബല്ലയും എൻ്റെ ജീവിതത്തിലേക്ക് വന്നതോടുകൂടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ദേവിയിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട്. അത് മാത്രമല്ല ആ ഫയൽ കിട്ടിയില്ലെങ്കിൽ അത് ദേവിയുടെ ജീവിതത്തെ പോലും ബാധിക്കും, അതുകൊണ്ട് നമുക്ക് ആ ഫയൽ തിരിച്ചു കൊടുക്കാടാ കെവിനെന്ന്. ആ സമയം കെവിൻ പറയുന്നുണ്ട്, നീ എന്തൊക്കെ മണ്ടത്തരാ നന്ദായി പറയണത്, ഇനി ആ ഫയൽ തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല, നീ ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട, അത് ബെല്ല എന്താണെന്ന് വെച്ചാൽ ചെയ്തോളൂ എന്ന് പറയുന്ന നേരം നന്ദൻ പറയുന്നു
പറയുന്നുണ്ട്, നിങ്ങളെല്ലാവരും ചേർന്ന് എൻ്റെ ജീവിതം തകർക്കാനാണോ നോക്കണേ? എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി, ഞാൻ അറിയാതെ ഋഷിയെ കൊന്നുപോയി, അതിൻ്റെ പേരിൽ നിങ്ങൾ എൻ്റെയും ദേവിയുടെയും ജീവിതം തകർക്കുവാണോ? അത് കേട്ടതും ഈ കെവിനാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ശരിക്കും നിൻ്റെയും ദേവിയുടെയും ജീവിതം തകർക്കാൻ വേണ്ടിയിട്ട് തന്നെയാടാ ഞാൻ നിന്നെ തേടി വന്നത്. ഇനി നിനക്ക് ദേവിയുടെ കൂടെ ഒരു ജീവിതമൊന്നും ഉണ്ടാവില്ല, ഇനി നിൻ്റെ കൂടെ ജീവിക്കാൻ പോണത് ബെല്ലയായിരിക്കുമെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.